ഹലോ, ഗുഡ് മോർണിംഗ്. ആരെങ്കിലും ലൈവില് വന്നാൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ആരും എത്തിയിട്ടില്ല. എത്തുമ്പോൾ എനിക്കൊന്ന് ഹായ് ഇടണേ. എല്ലാവരും വേഗം വായോ. എവിടെ നമ്മുടെ സ്ഥിരം ഉത്തരം പറയുന്ന പുലികളൊക്കെ എവിടെ? ആരോ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഹായ് ഇടണേ. ആരാന്ന്? നിഷിബ. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. നാട്ടിലിപ്പോ എനിക്ക് തോന്നുന്നു ഉച്ചയാവുന്നു. എല്ലാവരും ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഇവിടെ 10:30 ആയതേ ഉള്ളൂ. ഞാനൊക്കെ രാവിലെ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് വന്നിട്ട് ലൈവിലിരിക്കുകയാണ്. ഹായ് വൈശാഖ്, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് പേരൂടെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. വരുന്നവരൊക്കെ ഒന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കും. ഇവിടെ ഒച്ചറയായി അല്ലേ? അതാ എനിക്കറിയാം, ലഞ്ച് കഴിക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഇവിടെ 10:30 ആയതേ ഉള്ളൂ. കുറച്ച് പേരോട് ഒന്ന് വന്നോട്ടെ. വളരെ കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. എവിടെയുണ്ട്? പവിത്ര വരാനുണ്ട്. പവിത്ര, ജീസ്, ശ്രീദേവി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. സ്ഥിരം നമ്മുടെ ഉത്തരം പറയുന്ന പുലികളൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെ? സിൽവി വന്നിട്ടില്ല. നമുക്കതുവരെ വേണ്ടിയും പറഞ്ഞിരിക്കാം. ശരിയാ വൈശാഖ്. ബിന്ദു വന്നില്ല. ബിന്ദു എവിടെ? ബിന്ദു ഉണ്ടെങ്കിലാണ് ഒരു തമാശയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊന്ന് ഉഷാറാക്കുന്നത്. അജിത്ത് വള്ളോലി. അതെ, ഞാനിവിടെ UAE-യിലാണ്. UAE-യിൽ അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറെ വർഷമായി ഇവിടെ. പവിത്ര എത്തി. ഇനി വരാനുണ്ട്, നമ്മുടെ കുറെ ആൾക്കാർ വരാനുണ്ട്. സുനന്ദേച്ചി വന്നിട്ടില്ല. പിന്നെ ഇനിയുണ്ട്, സഹല വന്നിട്ടില്ല. ഞാൻ സ്ഥിരം വരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബിനോ വന്നു. ഒന്നിനും സമയനിഷ്ഠയില്ല. സമയനിഷ്ഠയില്ലെങ്കിൽ എന്താ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ലൈവില് വരുന്നുണ്ടല്ലോ, അത് മതി. അതെ, താമസിച്ച അഡ്മിനാ, അത് ശരിയാ. ഒരു അഡ്മിൻ ഇന്ന് ആബ്സെന്റാ. അയ്യോ, കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേരൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങായിരുന്നു. ഇന്ന് എന്തായിരിക്കും? ഞാനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന്. വള്ളൂസ് വന്നല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ രാജസ്ഥാനാണോ? ഒരു ദിവസം രാജസ്ഥാനിൽ വരണം എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാജസ്ഥാനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര മരുഭൂമിയാണ് ഒരു ഭാഗം, എന്നാലും കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുള്ളത്. അതെ, എവിടെ ഫാൻസ് എവിടെ? അജിത്ത് ചോദിക്കുന്നത് എവിടെ ഫാൻസ് എവിടെ? അജിത്തിന്റെ ഫാൻസാ കൂടുതൽ. വിളിച്ചോണ്ട് വാ. എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല. ആണോ? കുക്ക് ചെയ്യുവാണോ ബിനോ? എന്തായിരുന്നു സ്പെഷ്യൽ? ഇപ്പൊ വരണ്ട അല്ലേ? ഇപ്പൊ ചൂട് തുടങ്ങി. ശരിയാ, എനിക്ക് തോന്നുന്നു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നല്ല ക്ലൈമറ്റ് അവിടെ അല്ലേ? അതെ, എനിക്കറിയാം. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആ ഏരിയയിലെ ക്ലൈമറ്റ് ഒക്കെ ഒരുവിധം പരിചയമുണ്ട്. അപ്പോ കുറച്ച് പേരായി. നമുക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങണോ, അതോ ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇല്ലേ? ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സ്ഥലമോ? ഏതാ ജീസ്? ഏത് സ്ഥലമാ? ഡൽഹി ആണോ, രാജസ്ഥാനാണോ? ഏത് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞത്? അതോ UAE ആണോ? UAE പറയരുത് കേട്ടോ. ഡൽഹിയില് എനിക്ക് തോന്നുന്നു കുറെ ഫേമസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ, നമ്മുടെ ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വഴിയൊക്കെ കുറച്ച് ഇതാണെന്ന് തോന്നും. അങ്ങനെ വൃത്തിയില്ലെന്ന് തോന്നും. പക്ഷെ അങ്ങനല്ല, പൊതുവെ അങ്ങനല്ല. വൃത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രം പോവല്ലേ. ജയ്പൂരോ? ആണോ? ജയ്പൂർ ഞാൻ കണ്ടിട്ടില്ല. വൈശാഖ് ഒന്ന് പറയൂ, വൃത്തിയില്ലാത്ത സ്ഥലമാണോ? ഇവിടെ മനുഷ്യന്മാരെ കുറവാണ്, പിന്നെ ആര് വൃത്തികേടാക്കാനല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ വന്നു. നമ്മുടെ സ്ഥിരം ആൾക്കാർ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എന്നാലും കുറെ പേരുണ്ട്.
ഇപ്പോൾ രാജസ്ഥാൻ പോകണ്ട, രാജസ്ഥാൻ റോയൽസ് തോറ്റ സ്ഥിതിക്ക്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ ഭാഷയെ പറ്റിയിട്ട്, നമ്മുടെ എഴുത്തുകളെ പറ്റിയിട്ട് ഒക്കെയാണ്. കേരളം മറന്നിട്ട് നമുക്കൊരു കാര്യം വേണ്ടല്ലോ. വൃത്തിയൊക്കെ ഉണ്ട്, മനുഷ്യന്മാരെക്കാൾ ആടുകളും പശുക്കളുമാണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെയാ ചോദിക്കുന്നത്. നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര. അത് മറ്റേ സ്ഥലമൊന്നുമല്ല, ജില്ലയോ അല്ലെ അങ്ങനെ ഇതൊന്നും അല്ല ചോദിച്ചത്. ആ സ്ഥലപ്പേരാണ്, ആ മലനിരയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിമിത എത്തി. ഹായ് വിമിത. എഡിറ്റർ വന്നല്ലോ. ഇന്നലെ ഇവിടെ പവിത്ര ഇന്നലെ ഇല്ലായിരുന്നോ? പറയൂ, ഉത്തരം പറയൂ. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര. ഇന്ന് നമ്മുടെ കേരളത്തെ കുറിച്ചാണ്, നമ്മുടെ ഭാഷയെ കുറിച്ചാണ്. അങ്ങനെ തട്ടേക്കാട് ഒരു പക്ഷി സങ്കേതം ഉണ്ട്. പക്ഷെ അതല്ല, ഇത് പക്ഷിപാതാളം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു പക്ഷി നിരീക്ഷണ കേന്ദ്രം കൂടിയാണ്. കൊട്ടിയൂർ. പോരട്ടെ, ഉത്തരങ്ങൾ ഇനിയും പോരട്ടെ. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പറഞ്ഞിരിക്കുന്നത്. വിനീത വിജയൻ ബ്രഹ്മഗിരി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പരിപാടിയൊക്കെ അതെ പവിത്ര, എന്തായാലും നമ്മളിവിടെ ഉണ്ടല്ലോ. റാണി തോമസ്, ചാരി സൂരജ് ബ്രഹ്മഗിരി, ജീസ് കൈതാരം ബ്രഹ്മഗിരി, നിഷി ബ്രഹ്മഗിരി. ഓക്കെ, അങ്ങനെ കുറച്ച് പേര് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എനിക്കിവിടെ ആദ്യം കിട്ടിയത് വിനീതയാണ്. വിനീത ഉത്തരം പറഞ്ഞു. ബ്രഹ്മഗിരി മലനിരകളിലാണ് ഇത് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വയനാട് ജില്ലയിലെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് കേട്ടോ. പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്, ബ്രഹ്മഗിരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം ഇനി ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോ ഹോയ് വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം എനിക്കൊന്ന് എളുപ്പമാണ്. ഈ PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ എളുപ്പം കിട്ടുന്ന ആൻസേഴ്സ് ആണ് കേട്ടോ. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? സപ്തഭാഷാ സംഗമ ഭൂമി. ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിലും കേട്ടിരിക്കുക കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മറന്നുപോയതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും, അല്ലെങ്കിൽ പുതിയതായിട്ട് കാര്യങ്ങൾ അറിയാനാണെങ്കിൽ അത് അറിയാനും ഒക്കെ നമുക്ക് കിട്ടും. വിനീത വിജയൻ കാസർഗോഡ് പറഞ്ഞു. വൈശാഖ് ജയ് കാസർഗോഡ് പറഞ്ഞു. അജിത് വള്ളോലി കാസർഗോഡ് പറഞ്ഞു. ഇതിന്റെ ഉത്തരം വളരെ എളുപ്പമായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? ബിനു എത്തിയല്ലോ ഡൽഹിന്ന്. കാസർഗോഡ്. ഷാജു കാസർഗോഡ്. ജീസ് കൈതാരം കാസർഗോഡ്. പവിത്ര കാസർഗോഡ്. അപ്പൊ എല്ലാവരും കാസർഗോഡ് പറഞ്ഞു കഴിഞ്ഞു. കാസർഗോഡാണ് ശരി ഉത്തരം. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. ഓക്കെ, അപ്പൊ ഇതും വിനീതയാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് വൈശാഖ് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും പറയണം കേട്ടോ. ബിനു ഫസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ വഞ്ചിപ്പാട്ടുകളുണ്ടല്ലോ, വഞ്ചിപ്പാട്ടുകളുടെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുചേലവൃത്തം, വഞ്ചിപ്പാട്ടൊക്കെ നമ്മൾ കേട്ടില്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ വൃത്തം എന്താണ്? വൃത്തങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം. കേക അതൊക്കെ വൃത്തമാണ്. അപ്പൊ ഇതില് അതെ വിനീത ഫസ്റ്റ്. ഓക്കെ, എന്താ ബ്രോ മാർക്കൊന്ന് ഹായില്ലേ? അപ്പൊ ബ്രോ മാർക്കൊന്ന് ഹായില്ലേ? നല്ലേ. ഓക്കെ, ഞാൻ രണ്ടായിട്ടാ വായിച്ചത്. നിഷിബ നദോന്നത. ഓക്കെ, വൃത്തം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വഞ്ചിപ്പാട്ടുകളുടെ വൃത്തം. ഓക്കെ, പറഞ്ഞോളൂ ഉത്തരം പറഞ്ഞോളൂ. നിഷിബ ഹായ് ഗോ തോയബ് ഹായ്. കുചേലവൃത്തം വഞ്ചിപ്പ അത് കൊള്ളാം. ബിനോ നദോന്നത പറഞ്ഞു. എല്ലാരും ഈ കുചേലവൃത്തം പറയുന്നത് എന്താണ്? നദോന്നത. വിനീത വിജയൻ നദോന്നത. ഓക്കെ, അപ്പോ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. പാലാരിവട്ടോ, അത് വൃത്ത.
ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് വഞ്ചിപ്പാട്ടുകൾ എഴുതിയിരിക്കുന്നത്, വഞ്ചിപ്പാട്ടുകളുടെ വൃത്തം എന്ന് പറയുന്നത് നതോന്നതയാണ്. എനിക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന ഉത്തരം നിഷിബയാണ് പറഞ്ഞിരിക്കുന്നത്. നിഷിബയ്ക്ക് 1 പോയിന്റ് കേട്ടോ. പാലാരിവട്ടമൊക്കെ വൃത്തമൊക്കെ ആകളി അല്ല, നതോന്നത. അത് ബിനു ഇത്രയോട് നേരത്തെ ആകാമായിരുന്നു കേട്ടോ. എല്ലാരും ഹായ് കോയി വിളിക്കുന്നതേ ഉള്ളൂ, എല്ലാരും ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ ഉത്തരം കിട്ടിയല്ലോ, നതോന്നത വൃത്തം. നിഷിബയ്ക്കാണ് 1 പോയിന്റ്. അടുത്ത ചോദ്യം, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്ന് വെച്ചാൽ പ്രാചീന കാലം മുതൽ അർത്ഥശാസ്ത്രത്തിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എടുത്തു പറയുന്ന അതാണ്. അതില് ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? മെയിനായിട്ട് എടുത്തു പറയുന്നത് അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്, പക്ഷെ അല്ലാതെയും പ്രാചീന കാലത്ത് ചൂർണി എന്നാണ് ആ നദിയെ വിളിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ആരും ഒന്നും പറയരുത് കേട്ടോ. കുതിരവട്ടോ, എന്റെ അമ്മേ, ഇതൊക്കെ കുതിരവട്ടത്തൊക്കെ ഇപ്പൊ ആരാ ഓർക്കുന്നേ? അതൊക്കെ ഓർക്കാതെ ഇപ്പൊ ഇങ്ങോട്ട് വാ. ഗംഗ, അജിത് വള്ളോലി പെരിയാർ പറഞ്ഞു, ജീസ് കൈതാരം ഗംഗ പറഞ്ഞു. ബ്രീസ ഹായ്. ബ്രീസ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, ഞാൻ കാണാന്നാണോ അത് വരാഞ്ഞതാണോ? വിനീത വിജയൻ പെരിയാർ പറഞ്ഞു. ചൂർണി എന്ന് വിളിക്കുന്ന നദി പവിത്ര യമുന പറയുന്നു. ബിനൂജി വർഗീസ് പെരിയാർ പറഞ്ഞു. നിഷിബ പെരിയാർ പറഞ്ഞു. എന്താണ് വൈശാഖ്? മാധഭംഗ, ബിനോ യമുന, ജിഷ റിജോ മാധഭംഗ, സംഗമ സമതല ഭൂമി, അങ്ങനെ ഒരു നദിയോ ഏതാണ്? കാവേരി. ഓക്കെ, അപ്പൊ ഉത്തരം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് അജിത്താണ്, നമ്മുടെ അജിത്ത് വള്ളോലി പെരിയാർ. ഓക്കെ, പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന് വിളിച്ചിരുന്ന നദി. ഓക്കെ, അപ്പോ ഇനി എല്ലാരും ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി വൈശാഖ്. ഹൂഗ്ലി. ഓക്കെ ഓക്കെ, അപ്പോ അജിത്തിനാണ് 1 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇനി അടുത്തത് ഒരു വള്ളോലിക്കാണ് കിട്ടിയത് അല്ലെ. അടുത്ത, മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? മലബാർ കലാപത്തിന്റെ, കുമാരനാശാന്റെ കൃതികൾ ഒരുപാടുണ്ട്. അജിത്തിനാണ് ഓക്കെ പോയിന്റ് കിട്ടിയത്. ഇന്ന് വന്ന് മലയാളത്തിൽ അടിച്ചു മകനെ. ജൈത്രയാത്ര തുടരുന്നല്ല, ആരാ? അജിത്താണോ? അജിത്ത് അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ, ഇനി അങ്ങോട്ടങ്ങ് തുടരും അല്ലേ അജിത്ത്? ഹൂഗ്ലിക്ക് കൊടുത്ത റിപ്ലൈ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പുരാണം അത്ര പിടിയില്ല. എന്താ പുരാണത്തിൽ എന്താ ഇതാണോ പറഞ്ഞ? അർത്ഥശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞാണോ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞ അർത്ഥശാസ്ത്രത്തിൽ മാത്രമാണോ, അല്ലാതെ പണ്ട് ചൂർണിന്നാണോ അതിനെ വിളിച്ചിരുന്നത് എനിക്ക് അത്ര കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം. ഓക്കെ, അജിത് വള്ളോലി, ചണ്ടാല ഭിക്ഷുകി പറഞ്ഞു. വിനീത വിജയൻ ദുരവസ്ഥ, ബിനോജി വർഗീസ് ദുരവസ്ഥ. ഇന്നെന്താ ടീമില്ല? അതെ വൈശാഖ്, ടീമൊന്നുമില്ല ഇന്ന്. കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ പവിത്ര. കുറച്ചൊക്കെ ആയി പോയിന്റ് ഒക്കെ വരുന്ന അനുസരിച്ചാണ് വൈശാഖ് ടീമാണല്ലോ ക്രിസ്മസ്. ഇന്ന് ഞാനാ ഉത്തരം എല്ലാം അറിയുന്നത് എനിക്ക്. അപ്പൊ ഇന്ന് വൈശാഖ് എന്റെ കൂടെയാ. ദുരവസ്ഥ, തൊയ്ബ് ദുരവസ്ഥ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ, കുമാരനാശാന്റെ ഒരുപാട് കൃതികളുണ്ട് നമുക്ക് അറിയാവുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ് കേട്ടോ, ഒരു ഖണ്ഡകാവ്യമാണിത്. അപ്പോ അതാണ് ചോദ്യം. അപ്പൊ ഇതില് ഓക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് വിനീത വിജയനാണ്. ദുരവസ്ഥ. ഇന്ന് വിനീത വിജയന്റെ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരുമില്ലേ വിനീതയ്ക്കൊരു എതിരാളി? പോരട്ടെ. അടുത്ത ചോദ്യവും ഒരു എഴുത്ത് സംബന്ധമായിട്ടുള്ളതാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇതെല്ലാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ളതാണ്, ഭാഷയെ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ.
അത് നമ്മൾ എനിക്കൊന്ന് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ആവശ്യം വരും. പക്ഷെ എങ്കിൽ പോലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അയ്യോ, വില്യം ലോഗൻ. ഇത് നമ്മുടെ ഒരു മലയാളിയാണ് കേട്ടോ. തയ്യവ് ഞാനല്ല അല്ലേ? ഞാനുമല്ല. ഓക്കെ, ഇതൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, എനിക്കൊന്നും നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ. മലബാർ മാനുവലാണ്. ഓക്കെ, വില്യം ലോഗൻ, വൈശാഖ് ജയ, അത് മലബാർ മാനുവൽ. ഇത് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ ആണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കാര്യമാണ് ചോദിച്ചത്. ഓക്കെ, നിഷിബ സി അച്യുതമേനോൻ പറഞ്ഞു. അതാണ്. പിന്നെ ഇത് ഞാൻ ചോദിച്ചത് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കാര്യമാണ്. തെറ്റുത്തരം കൊടുത്ത് പറ്റിക്കലാണ്. കോപ്പി അടിക്കുന്നവർക്കൊരു പണിയാണല്ലേ. തെറ്റുത്തരം കൊടുത്ത് നോക്കാം, പലരും കോപ്പി അടിച്ചു വെക്കും. ചെക്ക് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും ഒന്നും സാധനമില്ല. അപ്പൊ പിന്നെ ഇതങ്ങോട്ട് ഇരിക്കട്ടെ. PI അച്യുതമേനോൻ. അപ്പൊ ഉത്തരം നമുക്ക് വന്നിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. CP അച്യുതമേനോനാണ്. എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞത് വിനീതയാണ്. വിനീത ഇന്ന് മുന്നേറ്റത്തിലാണ്. വിനീതയ്ക്ക് ഈ ആൻസേഴ്സ് എല്ലാം അറിയാൻ തോന്നുന്നു. വിനീത കാര്യമായിട്ട് മലയാളത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, വിനീതയാണെന്ന് പോയിന്റിൽ മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ചോദ്യം വരട്ടെ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പറയാമോ? പെട്ടെന്ന് പറയാമോ? ഇന്ന് ഭുജി ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ നാടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്രയൊന്ന് ഓർത്തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ സിനിമ, കുസൃതി ചോദ്യങ്ങളൊക്കെ ഒന്ന് വേറിട്ട് സഞ്ചരിക്കാന്ന് വെച്ചിട്ടാണ്. രാമാനുജൻ. ഒരു ക്ലൂ തരാം, എന്നാലും പോരട്ടെ, 1-2 ഉത്തരങ്ങൾ വരട്ടെ. മലയാളം പണ്ഡിറ്റാണോ വിനീത? ഉത്തരം പറയൂ. മലയാളം പണ്ഡിറ്റാണോ? വിനീത പറഞ്ഞു ശങ്കരാചാര്യർ. പാർവതി പ്രസാദ് പറഞ്ഞു രാമാനുജൻ. കൈതാരം ശങ്കരാചാര്യർ, ആദിശങ്കര. ഓക്കെ, ശങ്കരാചാര്യർ. അജിത്ത് വള്ളോലെ ശങ്കരാചാര്യർ. ഓക്കെ, അപ്പോ നമുക്ക് ഉത്തരം വന്നു. കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതില് ശരി ഉത്തരം ആദ്യം പറഞ്ഞത്, ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ, വിനീതയാണ്. വിനീത വിജയൻ. അഗെയിൻ 1 പോയിന്റ്. ഓക്കെ, ശങ്കരാചാര്യരാണ് ഉത്തരം കേട്ടോ. അല്ല, മലയാളം പണ്ഡിത അല്ല. ഉത്തരം വന്നു കഴിഞ്ഞു ബിനോ, അതാണ് ഞാൻ പിന്നെ ക്ലൂ പറയാഞ്ഞത്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിരുന്നു കേട്ടോ. ചോദ്യങ്ങൾ തയ്യാറാക്കിയത് വിനീത വിജയൻ. അതിപ്പോ എനിക്കൊരു സംശയമുണ്ട്, ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. അടുത്ത ചോദ്യം. നമുക്ക് മാമാങ്കത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? മാമാങ്കം എവിടെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എവിടെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എത്ര ദിവസത്തെ ആയിരുന്നു എന്ന് പറയാം. അതും എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ. മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? മാമാങ്കത്തെ കുറിച്ചൊന്നും ഒരുപാട് പറയേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യ. 16 ദിവസം. ഇത്തിരി കൂടെ മുന്നോട്ട് പിടിക്കൂ. 28 ദിവസം. 28 ദിവസം. 28 ദിവസം. ഒരു ക്ലൂ തരാം. മാസം ഒരു മാസം എത്ര എന്നുള്ള പറയുന്ന, നമ്മൾ പൊതുവേ പറയുന്ന ഒരു മാസം അത്ര അല്ലെങ്കിൽ പോലും നമ്മൾ പൊതുവേ പറയുന്ന ഒരു നമ്പറാണ്. തിരുനാവായ എൻ്റെ അടുത്താണ്. ഓക്കെ. കറക്റ്റ് ഉത്തരത്തിലേക്ക് ഇതുവരെ ആരും വന്നിട്ടില്ല. ഞാനൊരു ക്ലൂ തന്നിട്ടും ആരും വരുന്നില്ല.
അപ്പോൾ ജിഷ റീജോ 28 പറയുന്നത്. ബിനോ മാത്യു 30 പറഞ്ഞു. അജിത്ത് വള്ളോലി 30 പറഞ്ഞു. ബിനോ ആണോ അജിത്താണോ ആദ്യം പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും എനിക്കിവിടെ ആദ്യം കാണുന്നത് ബിനോയുടെ ഉത്തരമാണ്. സദാനന്ദ് കുമാർ 30. സദാനന്ദ് കുമാർ ഇന്ന് ലേറ്റ് ആയി തോന്നുന്നു അല്ലേ? എന്നും ആദ്യം കാണുന്ന ആളാണ്. ജിഷ റീജോ 28. അപ്പോൾ ഉത്തരങ്ങൾ വന്ന സ്ഥിതിക്ക് നിഷിബ അഗെയിൻ 28 days ആണ് പറയുന്നത്. അല്ല, മാമാങ്കം 30 ദിവസത്തെ ആഘോഷമാണ് കേട്ടോ. തിരുനാവായിലാണ്. ഓക്കെ, വൈശാഖ് ഓൾറെഡി പറഞ്ഞു, വൈശാഖ് അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടത്തുന്ന ഒരു ഉത്സവമായിരുന്നു മാമാങ്കം. മാമാങ്കം 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ആയിരുന്നു കേട്ടോ. അടുത്തത് കുറച്ച് ലേറ്റ് ആയി അല്ലേ? 30 ദിവസമാണ് കേട്ടോ. ഞാൻ അതാണ് ക്ലൂ തന്നത്. 30 ദിവസം എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ബിനോ ആണ്. ബിനോയ്ക്ക് 1 പോയിന്റ് കേട്ടോ. ബിനോ ആണ് ഉത്തരം പറഞ്ഞത്. ബിനോയ്ക്ക് 1 പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. വീണ്ടും ഭാഷയിലേക്ക് വരാം. മൊബൈൽ കമ്പനിയുടെ 28 ദിവസം. അത് കൊള്ളാം. 28 ദിവസം അല്ല, മാമാങ്കത്തെ കുറിച്ച് ഇതിനകത്ത് ഉണ്ട്, വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കും. 30 ദിവസത്തെ ആഘോഷമാണ് കേട്ടോ. ചില ഇതിനകത്തൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ, അപ്പൊ ചിലപ്പോൾ മാറിപ്പോകും അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് ദിവസങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങളിൽ കൊടുക്കും. പക്ഷെ അതിന്റെ മാമാങ്കത്തെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ റൈറ്റപ്പ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ആധുനിക ഭാഷയാണ് മലയാളം? ഏത് ഭാഷാ ഗോത്രത്തിലാണ് വന്നിരിക്കുന്നത്? മലയാളം. മലയാളം, നമ്മളെല്ലാം മലയാളികളാണ്. മലയാളത്തെ കുറിച്ച് ഇത്രയെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം പോരട്ടെ. ഇത് പെട്ടെന്ന് ആൾക്കാർ ഉത്തരം പറയണം. ഇല്ലെങ്കിൽ വൈശാഖ് ദ്രാവിഡ, അജിത് വള്ളോലി ദ്രാവിഡ. ഓക്കെ പോരട്ടെ, ദ്രാവിഡ ഭാഷ. ഇത് എന്തായാലും എല്ലാവരും ഭയങ്കര എടുക്കലാണ്. അതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്, പെട്ടെന്ന് ഉത്തരം വന്നു എന്നുള്ള കാര്യം. ഇത് നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മോശമാണ്. നമ്മുടെ ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് അത് അറിഞ്ഞിരിക്കണം. എല്ലാവരും ദ്രാവിഡ ഉത്തരം പറഞ്ഞു. ശരിയാണ്, ഉത്തരം ദ്രാവിഡ എന്നാണ്. ഓക്കെ, വൈശാഖ് ജയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വൈശാഖിന് 1 പോയിന്റ്. അപ്പൊ നമുക്ക് പോയിന്റ് നില പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വിനീത വിജയനാണ് 5 പോയിന്റുമായിട്ട് മുൻപിൽ നിൽക്കുന്നത്. പിന്നെ നിഷിബ, അജിത്ത്, ബിനോ, വൈശാഖ് എല്ലാം ഓരോ പോയിന്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഇന്ന് വിനീതയാണ് ഇതെങ്കിലും ആദ്യം വന്നല്ലോ. അതെ, എന്നെയൊക്കെ നോക്കൂ, ഒരു ദിവസം പോലും ആദ്യം വരാറില്ല. എഴുതും പക്ഷെ വരില്ല. ദ്രാവിഡ ഭാഷ പവിത്രം പറഞ്ഞു. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് AD 9ാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ തമിഴിന്റെയോ ദ്രാവിഡത്തിന്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഭാഷയായിട്ട് രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ് കേട്ടോ. അപ്പോ അടുത്ത ചോദ്യവും ഇതുപോലെ തന്നെ എഴുത്ത് സംബന്ധമായിട്ടുള്ളതാണ്. ആരുടെ കൃതിയാണ് ഭാഷാ സാഹിത്യ ചരിത്രം? ഭാഷാ ചരിത്രമല്ല, ഭാഷാ സാഹിത്യ ചരിത്രം ആരുടെ കൃതിയാണ്? ഭാഷാ സാഹിത്യ ചരിത്രം. ഇന്ന് വിനീത ഡേ. കറക്റ്റ്, വിനീതയോടെ ഒന്ന് ഇരിക്കാൻ പറയാം. വിനീതയ്ക്ക് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കസേര കൊടുക്കേണ്ടതാണ് അല്ലേ? ഇന്നൊരു ബുദ്ധിയുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എവിടെ? ബിന്ദു ഉള്ളൂർ. ആരുടെ കൃതിയാണ് ഭാഷാ സാഹിത്യ ചരിത്രം? ചോദ്യം ഒത്തിരി ദൂരേന്നാ വരുന്നത് തോന്നുന്നു. എനിക്കെല്ലാം ഉത്തരം വന്നിട്ടാ. ഒത്തിരി ദൂരെ. ഷൈബി എവിടെ? നാട്ടിലാണോ? ഞാനിവിടെ UAE-യില്. ഇവിടുന്ന് അങ്ങ് എത്താൻ താമസിക്കുന്നതായിരിക്കും. നാരായണ പണിക്കർ അജിത്ത് പറഞ്ഞു. നാരായണ പണിക്കർ വൈശാഖും പറഞ്ഞു. നിങ്ങൾ ഒരേ സമയത്താണോ പറഞ്ഞത്? എനിക്കിവിടെ ആദ്യം കാണുന്നത് അജിത്തിന്റെ ഉത്തരമാണ്. പാർവതി പ്രസാദ് ഗോവിന്ദപിള്ളെ. ബുദ്ധിയുള്ള കുട്ടി ഇവിടെയുണ്ട്, ഡ്യൂട്ടിയിലാണ്. ഓക്കെ, വിമിത. അങ്ങനെയല്ല, ഇപ്പൊ വേറെ പറഞ്ഞു. ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞു ബുദ്ധിയല്ല ലേഖ, കുരുട്ട് ബുദ്ധിയാണെന്ന് പറഞ്ഞേനെ. ബിന്ദു. നാരായണ പണിക്കർ. ഓക്കെ, ഡോക്ടർ ജോർജ്. ബിനു, എനിക്ക് അദ്ദേഹത്തെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽസ് തരണം കേട്ടോ. ഡോക്ടർ ജോർജ് എന്താണ് എഴുതിയിരിക്കുന്നത്, ഏത് ഇതാണ്? എനിക്ക് അദ്ദേഹത്തെ പറ്റി എനിക്കിപ്പോൾ അധികം അറിയില്ല ആരാണെന്നുള്ള. അജിത്ത് ഫസ്റ്റ്. ഓക്കെ, നോക്കട്ടെ. എനിക്കും അജിത്ത് തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം വന്നത്. ഹായ് ജയൻ എത്തിയിട്ടുണ്ടല്ലോ. ഭാഷ ഉള്ളൂർ വന്നു, കുമാരനാശൻ വന്നു. അജിത്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നാരായണ പണിക്കർ. അജിത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിനീത എവിടെ? വിനീതയ്ക്കൊരു എതിരാളി വന്നു കഴിഞ്ഞു. വെള്ളോലി വിന്നർ. അജിത് ഫസ്റ്റ്. ഓക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ഉത്തരം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിനീതയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും വെള്ളോലി കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, ഇതും എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തന്നെയാണ്.
ബുദ്ധി വേണ്ട, നെറ്റ് മതി വിവിധ. കറക്റ്റ്. കേരളത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത്? ആദ്യത്തെ കൊടുമുടി അല്ല, അത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കും, 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഉത്തരമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. ഇത് കേരളത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി വള്ളോലി ഫാൻസ്. എവിടെയും വള്ളോലി ഫാൻസ് തന്നെയാണ് ജയൻ. ഇല്ല, അതെ, ആയില്ല. ശരിയാ, വിന്നർ ആയിട്ടില്ല. വള്ളോലിക്ക് ഇല്ല, ജയ് വിളിക്കാറായില്ല. ഏഴിമല. ആ മലയ്ക്ക് വേറെ പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ അതൊന്ന് റിസർച്ച് ചെയ്തില്ല. എന്തെങ്കിലും പറയുന്നത് ഞാൻ ഒരു വരട്ടെ ഉത്തരങ്ങൾ. ഈ ഇതിനെ പറ്റിയിട്ട്, ഈ കൊടുമുടിയെ പറ്റിയിട്ട്, ആനമുടി അല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇതിനെ പറ്റിയിട്ട് ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഈ അടുത്തെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ഒരു മൂവിയിൽ ഇതിനെ പറ്റിയിട്ട് അതാ വന്നു, നമ്മുടെ ബിന്ദു വന്നല്ലോ, വള്ളോലി കൊടുമുടി. ഇത് ഓക്കെ, രണ്ടാമത്തെ കൊടുമുടി കേരളത്തിലെ ഏറ്റവും, അതെ, ആനമുടി ഫസ്റ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഇതിനെ പറ്റിയിട്ട് ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോ പെട്ടെന്ന് ആളിന് ഉത്തരം വന്നു, അജിത്തിന്. അവൻ സിനിമയുടെ ആളാണ്. ആരൊക്കെയാണ്? അജിത്ത് ആദ്യം ഏഴിമല പറഞ്ഞു, വൈശാഖ് പൈതൽമല പറഞ്ഞു, ജയൻ പൊന്മുടി പറഞ്ഞു, ബ്രീസ ആനമുടി, സദാനന്ദ് കുമാർ ആനമുടി, വിനീത വിജയൻ മീശപ്പുലിമല. ഓക്കെ, ജൂല വി ഗോപാൽ ആനമുടി, സാബിറ ആനമുടി ഫസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് രണ്ടാമത്തേത് ചോദിച്ചത്. രണ്ടാമത്തെ അജിത്ത് വള്ളോലി, മീശപ്പുലിമല. ഇപ്പൊ എല്ലാവർക്കും ഉത്തരം വന്നു, മീശപ്പുലിമല. അഗസ്ത്യകൂടം, മീശപ്പുലിമലയ്ക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം, എനിക്ക് അങ്ങനെ അറിയില്ല. മക്കളെ വൈകി വന്നവരെ ക്ലാസ് മക്കൾ ഇരിക്കുക. ബിന്ദു രാജേഷ്, അതെ, ഒരു ചായ കൊടുക്കുക, ഒരു ബുദ്ധി കൂടുതലുള്ള കുട്ടിയാണ്, എന്നിട്ട് ഇപ്പോഴാ വരുന്നത്. അപ്പൊ ഓക്കെ, ശരിയാണ്, മീശപ്പുലിമലയാണ്, ഇടുക്കിയിലാണ്. വിനീതയാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. അപ്പൊ വിനീത 6 പോയിന്റുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിനീതയ്ക്കൊരു എതിരാളി. പോരട്ടെ. അടുത്തതും ഭാഷ സംബന്ധിച്ചുള്ളതാണ്. അത് കൊള്ളാം. വേറെ പേര് പറഞ്ഞെന്നാണോ അജിത്ത്? മുസ്റ്റാഷ് ടൈഗർ മൗണ്ട്. കൊള്ളാം. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? നല്ലോണം മധുരം വേണം. നല്ലോണം മധുരം ഉണ്ട്. അതിപ്പോഴാണോ വരുന്നത്? നേരത്തെ വരണ്ടേ? ചുമ്മാ താമസിച്ചൊക്കെ വന്നിട്ട് യുഎയിൽ നേരം വെളുക്കുന്ന താമസിച്ചാണെന്ന് പറഞ്ഞിട്ട് ഓർക്കുമായിരുന്നു അല്ലേ ബിന്ദു? ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 7 ഭാഷയ്ക്കൊക്കെ കിട്ടിയോ വൈശാഖ്? എനിക്ക് 7ാമത്തെ ഭാഷയാണോ? ഏഴ് ഭാഷയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ? അഞ്ച്, ബ്രീസ നിഷാദ് 7, അജിത് വള്ളോലി 5, ബിനോ മാത്യു 5, ലില്ലി അശോക്. എവിടുന്ന് നിങ്ങളൊക്കെ 7 പറയുന്നത്? 7 ഭാഷയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. 7, ബ്രീസ 7 ഭാഷയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അറിവില് 6 ഭാഷയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 4, പവിത്ര 4. ഓക്കെ, ഉത്തരം ഓൾറെഡി വന്നു കഴിഞ്ഞു. വിനീതയാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. വിനീത എന്ന് ഗപ്പ് കൊണ്ടുപോകും മക്കളെ. വിനീത അല്ലേ ആദ്യം പറഞ്ഞു? വിനീത വിജയൻ, അതെ, വിനീതയാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം അജിത്ത് പറഞ്ഞിട്ടുണ്ട് 5. പിന്നെ ബിനു വർഗീസ് പറഞ്ഞിട്ടുണ്ട് 5. ഹോളിഡേസ് വീട്ടന്മാർക്ക് അവധി കിട്ടില്ലല്ലേ? സത്യമാണ്, ഞാനത് ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു ജയശ്രീ എടുത്ത്. സാറ്റർഡേ ആയതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും നമ്മുടെ അല്ലേ കൂട്ടക്ഷരങ്ങൾ. നമുക്ക് വിനീതയുടെ നെറ്റ് ഏതാ? അത് തന്നെ കോപ്പി അടിച്ചതാണ്. ആരാ എറിയുന്നതല്ലേ? അത് ശരിയാ. അപ്പൊ ഞാൻ പറയാം, ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയിരിക്കുന്നത് 6 ഭാഷയ്ക്കാണെന്നാണ് എന്റെ അറിവ്. അപ്പൊ അത് കിട്ടിയിട്ടുള്ളത് ആദ്യം കിട്ടിയ തമിഴ്, പിന്നെ സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. ഇതാണ് 6 ഭാഷ. അപ്പൊ ഇതില് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5ാമതാണ് മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷാ പദവിയായിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം എഴുത്ത് സംബന്ധമായിട്ടുള്ളതാണ്.
മഹാകാവ്യങ്ങൾ എഴുതാതെ, ഇതിൽ 5G എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മഹാകാവ്യങ്ങൾ എഴുതാതെ തന്നെ മഹാകവി എന്ന് പേര് ലഭിച്ച കവി ആരാണ്? ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. എന്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, ഞാൻ പോണു. അയ്യോ, അങ്ങനെ പോരുത് പ്ലീസ്. ഞാൻ എന്തെങ്കിലുമൊക്കെ തമാശയെങ്കിലും പറയാന്ന് ഇനി മറക്കില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഈ ക്വിസ് കൊണ്ടുള്ള ഒരു ഗുണം. അതാണ് കേട്ടോ, നമുക്ക് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അത് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചില മിക്കതും എനിക്ക് ഉത്തരവൊന്നും അറിയില്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും വായിച്ചിട്ടുള്ളതാണെങ്കിൽ. ഇല്ലെങ്കിൽ അറിയാത്തതാണെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാനും പറ്റും. അങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇതുകൊണ്ട് കേട്ടോ. അജിത് വള്ളോലി വള്ളത്തോൾ അപ്പോൾ ഉത്തരം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വൈശാഖ് ജയ് ഉള്ളൂർ, അനുപമ മോഹൻ കുമാരനാശാൻ, ലില്ലി അശോക് ഉള്ളൂർ, നിഷിബ എം നിഷി ഉള്ളൂർ, അജിത് വള്ളോലി വള്ളത്തോൾ, കുമാരനാശാൻ, ബ്രീസ പറഞ്ഞിരിക്കുന്നു, സദാനന്ദ് കുമാർ പി, സിന്ധു ഭാരതി കുമാരനാശാൻ, വിനീത വിജയൻ ആശാൻ ചെറുശ്ശേരി, ബിനു പറഞ്ഞിരിക്കുന്നു, പി കുഞ്ഞിരാമൻ ചെറുശ്ശേരി. ഓക്കെ, മഹാകാവ്യം എഴുതാതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെ മഹാകാവ്യം എഴുതിയിട്ടുണ്ടെന്നൊന്ന് നോക്കണം കേട്ടോ. തെറ്റുത്തരം പറഞ്ഞിട്ടുള്ളവരൊന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ പേരുള്ള മഹാകാവ്യങ്ങൾ. അതും കൂടി നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ ശരി ഉത്തരം വന്നിട്ടുണ്ട്. മഹാകവി ബിനു സർ. പിന്നെ അദ്ദേഹത്തെ കവിഞ്ഞിട്ടുള്ള ഒരു മഹാകവി ഇല്ലല്ലോ. ചെടിച്ചട്ടിയോ? ചെടിച്ചട്ടിയാണ്. ചെറുശ്ശേരി എഴുതാണോ ബിന്ദു? ആരെങ്കിലും ബിനു എഴുതിയതല്ലേ ചെറുശെട്ടി? പുതിയ കവിയാ, പഠിച്ചു വെച്ചോ ബിനു. ചുമ്മാ പിള്ളേരെടുത്തിട്ട് കളിയാക്കുന്നു കേട്ടോ. അപ്പോ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം പറഞ്ഞത് അനുപമ മോഹനാണ്. കുമാരനാശാനാണ് മഹാകാവ്യങ്ങൾ എഴുതാതെ തന്നെ മഹാകവി എന്ന പേര് ലഭിച്ചിരിക്കുന്ന കവി. ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അനുപമ മോഹൻ. ഓക്കെ, അനുപമ മോഹനും ഒരു പോയിന്റ്. അപ്പോൾ ബാക്കി എല്ലാവരും നോക്കണം കേട്ടോ. ബാക്കി എല്ലാവരും ഉത്തരം അല്ലാതെ പറഞ്ഞ കരിച്ചട്ടി ഒന്നും എഴുതിയില്ല. പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല. അതാണ് നമ്മളെല്ലാം അതാണ് പറയുന്നത്, നമുക്ക് ഓർമ്മയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ശരിയാണല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അതാണ് പറഞ്ഞത്. ഈ ക്വിസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഓർമ്മയുണ്ട്. അതാണ്. അപ്പൊ കുമാരനാശാനാണ് കേട്ടോ. അടുത്ത ചോദ്യം നമ്മുടെ ഭാഷാ സംബന്ധമായിട്ടുള്ളതാണ്. മലയാളം എന്ന പേര് ഏതൊക്കെ വാക്കുകളിൽ നിന്നാണ് വന്നത്? അനുപമ മോഹൻ. ശരിയാണ്, അനുപമ മോഹനാണ് ഉത്തരം പറഞ്ഞത്. മലയാളം എന്ന പേര് ഏതൊക്കെ വാക്കുകളിൽ നിന്ന്? നിങ്ങളെ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് 2 ഉത്തരം പറഞ്ഞാലും മാർക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉത്തരം ശരിയായിരുന്നു. ഓക്കെ ഓക്കെ. അത് പിന്നെ മലയാളം എന്ന പേര് ഏതൊക്കെ വാക്കുകളിൽ നിന്നാണ് വന്നത്? മറ്റു അത് ശരിയാ. അവർ ഇത്ര വലിയ മഹാകാവ്യം ഒക്കെ എഴുതിയിട്ടാണ് അവർക്ക് മഹാകവി എന്നിട്ട് ഒന്നും എഴുതാതെ ഒരാൾക്ക് മഹാകവി എന്നുള്ള പേര് എഴുതുന്നതിനുണ്ട്. എഴുതുന്നത് പഞ്ചുള്ളതായിരിക്കണം എന്ന് പറയില്ലേ, അതാണ്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, എഴുതുന്ന ഒന്നാണെങ്കിൽ അതിനൊരു ഇതുണ്ടായിരിക്കണം. ഓക്കെ. മല പ്ലസ് ആഴി, മല പ്ലസ് പുഴ, മല പ്ലസ് അളം. സംസ്കൃതം മല ഓളം, മല പുഴ, വള്ളോലി പ്ലസ് ഓളമോ. എന്റെ വള്ളോലി, നിന്നെ ഇങ്ങനെ ട്രോളുന്നത് നോക്ക്. എവിടൊക്കെ എന്ത് ചോദ്യം വന്നാലും ഒരു വള്ളോലി ചേർക്കാത്ത ഒരു ഉത്തരവില്ല. ബിനു എന്തോ തെറ്റിദ്ധാരണയില്ല കേട്ടോ. പുണ്യാളെന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കാരണം എന്തോ അനുഗ്രഹം കിട്ടുമെന്ന് മറ്റോ വിചാരിച്ചിട്ടുണ്ടെന്നോ. ദിവസം 40 വട്ടം വള്ളോലി എന്നുള്ള പേര് വിളിക്കാന്നുള്ളതാണ് ബിനുവിന്റെ ഉദ്ദേശം. ടൈപ്പോ എവിടെയാ? എന്ത് പറ്റി വൈശാഖ്? എവിടെ എഴുതിയാ? മല ആല, മല ആഴി. നിഷിബ മല പുഴ പറഞ്ഞു. മല ആല ബിനു. അത് തന്നെ, വള്ളോരി ആരാന്ന്. അത് തന്നെ, അതാണ് ബിനുവൊക്കെ കറക്റ്റായിട്ട് പുണ്യാളനായിട്ട് അവരോധിച്ചു വെച്ചിരിക്കുകയാണ്. ദിവസവും ഒരു പോസ്റ്റ് ഇടും വള്ളോലിക്ക് വേണ്ടിയിട്ട്.
ആളം. ഓക്കെ 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 ഓക്കെ. അതാണ്. അപ്പോൾ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് മല പ്ലസ് അളം, അതാണ്. അപ്പോ മല പ്ലസ് ആളം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വൈശാഖിന്റെ ഉത്തരം എനിക്ക് കാണുന്നില്ല കേട്ടോ. വൈശാഖ് മല പ്ലസ് ആളം. മല പ്ലസ് ആളം. അപ്പൊ വൈശാഖിനും ഒരു പോയിന്റ് ഉണ്ട്, വിനീതയ്ക്കും ഒരു പോയിന്റ് ഉണ്ട്. കാരണം പറഞ്ഞുതരാമേ. ഞാൻ പറഞ്ഞില്ലേ 2 ഇതിലാണ് അതിപ്പോഴും ഇങ്ങനെ പല രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. മല പ്ലസ് അളം എന്നാണ് പറയുന്നത് ശരിക്കും ഉള്ളത്. പർവ്വതം എന്നർത്ഥം വരുന്ന മല എന്ന വാക്കും പിന്നെ സ്ഥലം എന്നർത്ഥം വരുന്ന അളം എന്ന വാക്കും കൂടി ചേർന്നാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥലം എന്നാണ് അളം എന്ന് പറയുന്നതിന്റെ അർത്ഥം. പിന്നെ മല പ്ലസ് ആളം എന്ന് പറയുന്നത്, ആളം എന്ന് സമുദ്രത്തിനൊരു വേർഡ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പര്യായം ഒന്നും പഠിക്കുമ്പോൾ ഞാനും ഈ വേർഡ് ആളം എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിലിങ്ങനെ ഒരു തർക്കം നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 ഇതിലാണ് പറയുന്നത്. മല പ്ലസ് അളം, മല പ്ലസ് ആളം. അതായത് മല പ്ലസ് സ്ഥലം എന്നുള്ളതും, അളം എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ പർവ്വതം, പിന്നെ എന്താ പറയുന്നത് സ്ഥലം എന്നുള്ളതും, മല പ്ലസ് ആളം എന്ന് വെച്ചാൽ സമുദ്രം എന്നുള്ളതും. അപ്പൊ അങ്ങനെ. അപ്പൊ 2 പേർക്കും പോയിന്റ് തന്നിട്ടുണ്ട്. വിനീതയ്ക്കും പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ മലകളും സമുദ്രങ്ങളും അങ്ങനെയും പറയുന്നുണ്ട്. ഇതാണ് ശരിക്കും ഇതായിട്ട് കൂടുതലായിട്ടും പറയുന്നത് അളം എന്നുള്ളത്. മല പ്ലസ് അളം, സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. മലകളുടെ സ്ഥലം, പർവ്വതങ്ങളുടെ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ പോയിന്റ് നില ഒന്ന് പറയാം. പോയിന്റ് നിലയിൽ ഇപ്പം മുൻപിൽ നിൽക്കുന്നത് വിനീത തന്നെയാണ്. 7 പോയിന്റാണ് വിനീതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നിഷിബ 1, അജിത്ത് 2, ബിനോ 1, വൈശാഖ് 2, അനുപമ 1. അപ്പോ ഈ 2ാമത്തെ പോയിന്റ് വരെ നല്ല അടി നടക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഈ 2 ആൾക്കാരും കൂടി ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അജിത്ത്, വൈശാഖ്, നിങ്ങളുടെ ടീമാണോ എന്താണെന്ന് പറയണം കേട്ടോ. അപ്പൊ ഇതും കൂടി ഓർത്ത് വെച്ചോ. കാരണം നമ്മുടെ ഭാഷ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതാണ് കേട്ടോ, ഇത് ഓർത്ത് വെച്ചോട്ടോ. ഇതിന് ഈ 2 ഉത്തരങ്ങളും ആരും തെറ്റെന്ന് പറയില്ല. അളം എന്ന് പറഞ്ഞാൽ ആരും തെറ്റെന്ന് പറയില്ല കേട്ടോ. അപ്പൊ 2 പരിഗണിക്കാവുന്നതാണ്. അടുത്തത്, ആദ്യമായി മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം. ഇന്ന് അജിത് രാജ്, ശ്രീദേവി നമ്പ്യാർ ഒന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആയിട്ടായിരിക്കും കേട്ടോ, അവരാരും ഇല്ലാത്തത്. അവധിയല്ലേ. അപ്പോ എന്തെങ്കിലുമൊക്കെ മറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഗ്രേറ്റ് ഇൻഫോ. പവിത്ര, ഇതെന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് നമ്മളിതൊന്നും ഓർക്കുന്നില്ല. നമ്മൾ ഭാഷയൊക്കെ പറയും, പക്ഷെ ഭാഷയുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അന്വേഷിക്കാൻ നിൽക്കില്ല. ഇത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോ ഇത് ആദ്യമായി മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം. ഹോർത്തൂസ് മലബാറിക്കൂസ് പറഞ്ഞു. വൈശാഖ് ജയ് ഹോർത്തൂസ്. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കൂസ്. വിനീത വിജയൻ പറഞ്ഞു. സംക്ഷേപ വേദാർത്ഥം ഗ്രന്ഥം മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം. ഹോർത്തൂസ് മലബാറിക്കൂസ്. സംക്ഷേപ വേദാർത്ഥം ഗുണ്ടട്ടിന്റെ മലയാളം നിഘണ്ടു. ഹോർത്തൂസ് മലബാറിക്കൂസ്. ഒരു ഗ്രന്ഥമാണ്. നിഘണ്ടു ഗ്രന്ഥം എന്ന് നമ്മൾ പറയില്ലല്ലോ. സംക്ഷേപ വേദാർത്ഥം. അപ്പോ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ആദ്യമായി മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറഞ്ഞ ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജയ് വൈശാഖ്. ഓക്കെ, ഞാൻ വെറുതെ വിളിച്ചതാ. ഫസ്റ്റ് ഉള്ള ആൾക്കാരുടെ വേറെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വാങ്ങിക്കണം, വേഗം പോരട്ടെ. 7-8 പോയിന്റിലോട്ട് ചടപടയെന്ന് വരട്ടെ. സെൽവി മൈക്കൽ ശിവനി, എന്തിനാ സംക്ഷേപ വേദാർത്ഥമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. അപ്പൊ മലയാള ലിപി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. അപ്പൊ അതും ഓർത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇത് മലബാറിന്റെ ഉദ്യാനം എന്നാണ് ഇതിനർത്ഥം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഒരു ലത്തീൻ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് കേട്ടോ. ഇത് ഓർത്തു വെച്ചോ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, മലയാള അച്ചടിയുടെ പിതാവ്. ഹായ് ഹീര. പോയി, പിന്നെ ആര് പോയി? അത് വൈശാഖ് ഇപ്പം അജിത്തിനേക്കാളും മുന്നേ നിൽക്കുന്നുണ്ട് കേട്ടോ. എവിടെയും നമ്മൾ വെറൈറ്റി നൽകണം. പിന്നല്ല, ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ, സംക്ഷേപ വേദാർത്ഥം എന്താണെന്ന് അറിയണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് സിൽവി എഴുതിയത് നന്നായി. ഇപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി അത് നോക്കും. എനിക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ലതാണ്. വെറൈറ്റി വേറെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഹെർമൻ ഗുണ്ടട്ട്,
മലയാള അച്ചടിയുടെ പിതാവാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എല്ലാരും ഈ ഗുണ്ടട്ടിനെ കോപ്പി അടിക്കണ്ട. മലയാള അച്ചടിയുടെ പിതാവാണ്. ഓക്കെ, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. കേൾക്കുന്നില്ല കമ്പിളിപ്പതുപ്പ്. ശരിയാ, ഉത്തരം അറിയാതെ വരുമ്പം കേൾക്കുന്നില്ല എന്ന് പറയും. ഞാനിവിടെ എന്ത് തൊണ്ട പൊട്ടിയാ പറയുന്നറിയോ? ബെഞ്ചമിൻ ബെയ്ലി. ഓക്കെ, ഇതിനകത്തും ഞാൻ 2 പേർക്ക് പോയിന്റ് കൊടുക്കണം തോന്നുന്നു. കൊടുക്കണോ? എന്താണ് പവിത്ര? ഒരാള് പകുതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഫുൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പവിത്ര എന്നെ ഒന്ന് സഹായിക്കൂ, എന്ത് വേണം എന്നുള്ളത്. ഈ ചോദ്യം മിസ്സായി. ചോദ്യം ലേറ്റ് ആയി പോയി. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. മലയാള അച്ചടിയുടെ പിതാവ്. ഓക്കെ, സിന്ധു ഭാരതി ബെഞ്ചമിൻ ബെയ്ലി പറഞ്ഞു. സാബിറ ഹെർമൻ ഗുണ്ടട്ട് പറഞ്ഞു. ജീസ് കൈതാരം ബെയ്ലി പറഞ്ഞു. ഓക്കെ, ജോൺ എനിക്ക് വേണം. പാർവതി പ്രസാദ്. ഓക്കെ, അപ്പോ 2 പേരും വഴക്കുണ്ടാക്കണ്ട. ബെയ്ലി പറഞ്ഞ ബിനു സാർക്ക് കൊടുക്കണം. ഓക്കെ, ബിനു സാർക്ക് കൊടുത്താൽ മതിയോ? ഫുള്ള് പറഞ്ഞ ആൾക്ക് കൊടുക്കണ്ടേ? അത് ശരിയല്ലല്ലോ, ഫുള്ള് പറഞ്ഞ ആൾക്കും കൊടുക്കണ്ടേ? ബെയ്ലി എന്നുള്ളതിന് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ഒക്കെ പേരുണ്ടെങ്കിലോ? അപ്പോ ഓക്കെ, ആരാണ്? ബിനു പറഞ്ഞിട്ടുണ്ട്, വിനീത പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിനീതയാണ് ഫുള്ള് പറഞ്ഞത്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ഉത്തരം. ബിനു ബെയ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിനുവിന് ഒരു പോയിന്റ്, വിനീതയ്ക്കും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബെയ്ലി പറഞ്ഞ ബിനു സാർക്ക് മലയാളമാണെങ്കിൽ ഗുണ്ടട്ടല്ല, ഗുണ്ടുമണി. ഞാൻ പാവ. ശരിയാ. ബിനുവിന് പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റക്കായി. ഓക്കെ. ഞാൻ ഉത്തരം അറിയാതെ വരുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ. ഫുൾ പറഞ്ഞ ആൾ ഒരു ഫുള്ളുമായി വരട്ടെ, അപ്പൊ ആലോചിക്കാം. ഫുള്ള് പറഞ്ഞ വിനീതയ്ക്കാണ് ഇന്ന് കേട്ടോ. പൈലി അല്ല, ബെയ്ലി. അതാണ് ഫുള്ള് പറഞ്ഞാൽ അതാണ് ഹീറോയിസം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതെല്ലാരും ഉത്തരം പറഞ്ഞു കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഗുണ്ടട്ടിനെ പിടിച്ചു എല്ലാവരും. അതാണ്. പിന്നെ എന്താ പറഞ്ഞ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്റ്റക്കായി. അത് വൈശാഖ് പറഞ്ഞതാ. വൈശാഖ് സ്റ്റക്കായി പോയി, ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞത്. വള്ളൂരി ഡാങ്സ് എന്റെ നെറ്റ്. ഓക്കെ, നെറ്റൊക്കെ ശരിയാക്കിട്ട് വാ, വേഗം വാ. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. നെറ്റ് കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, കേരളത്തിന്റെ മഞ്ഞ നദി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? മഞ്ഞ നദി എന്ന് വിളിക്കുന്നത്. എനിക്ക് ഇതിനെ എന്തുകൊണ്ട് മഞ്ഞ നദി എന്ന് വിളിക്കുന്നു എന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴോ പിന്നെയോ പറഞ്ഞു തരണം കേട്ടോ. അത് ഞാൻ കുറെ അന്വേഷിച്ചു, എനിക്ക് പക്ഷെ അതിന്റെ ഒരു ആൻസർ കിട്ടിയില്ല. എന്തുകൊണ്ട് ഇതിനെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത്. പക്ഷെ നദി ഏതാണെന്ന് പറയൂ കേട്ടോ. കേരളത്തിന്റെ മഞ്ഞ നദി. സുനന്ദ ഹായ്, നന്ദേച്ചി ഹായ്. സിന്ധു ഗംഗ പറഞ്ഞു കേരളത്തിലെ മഞ്ഞ നദി. അജിത്ത് വള്ളോലി പമ്പ പറഞ്ഞു. എന്റെ നെറ്റ് തുള വീണമെന്ന്. ജീസ് കൈതാരം കുറ്റ്യാടിപ്പുഴ. വിനീത വിജയൻ കുറ്റ്യാടിപ്പുഴ. ചോദ്യങ്ങൾ ഒക്കെ താങ്ക് യു പവിത്ര. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊന്ന് കാര്യങ്ങൾ നമ്മൾ പണ്ടൊക്കെ പഠിച്ചത്, നമ്മൾ ഭാഷയെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെയാണ്. പിന്നെ നമ്മളതൊക്കെ അങ്ങ് വിട്ടുപോകും. മലയാളം പിന്നെ അധികം എഴുത്തൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെ പിന്നെ PSC പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ നല്ല ഇതല്ലേ. അങ്ങനെ കമ്പനിയോ? എന്താ അഭിനോ? കമ്പനിയോ? അതെന്താ ഉത്തരം പറഞ്ഞേ? ആരെങ്കിലും മറുപടി കൊടുത്തതാണോ? കുറ്റ്യാടിപ്പുഴ. വല്ലാത്ത ചോദ്യമാണല്ലോ എന്ന്. സ്വപ്ന കേരളത്തിന്റെ മഞ്ഞ നദി എന്ന് ചോദിച്ചതാണോ? സ്വപ്ന കൊറേ നാളായി കണ്ടിട്ട്. ഇത് എവിടെയായിരുന്നു? ചേറ് നിറഞ്ഞതിനാൽ. ശരിക്കുള്ള ഉത്തരം പറയണം കേട്ടോ. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ, എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിച്ചതാ കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല വൈശാഖ്, ഞാൻ ഒത്തിരി ഒച്ചത്തിലാ പറയുന്നേ. പെരിയാർ, കുറ്റ്യാടിപ്പുഴ, മഞ്ഞപ്പുഴ, കബനി, കെമിക്കൽ റെസിഡ്യൂ കൊണ്ടാണ്. അറിയില്ല പവിത്ര, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്കതിന്റെ അറിയില്ല. അപ്പോ ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരം വന്നിരിക്കുന്നത് ആദ്യം പറഞ്ഞത് നോക്കട്ടെ,
ബിനു കുറ്റ്യാടിപ്പുഴ, പമ്പ കുറ്റ്യാടിപ്പുഴ. ഓക്കെ, എന്താ കുറ്റ്യാടിപ്പുഴ. ഓക്കെ, ബിനുജി വർഗീസ്. ബിനു ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. എനിക്കൊന്ന് ബിനു കുറ്റ്യാടിപ്പുഴ. ഓക്കെ, ജീസ് കൈതാരം കുറ്റ്യാടിപ്പുഴ. ഓക്കെ, ബിനു കുറ്റ്യാടിപ്പുഴ. ഓക്കെ, ബിനുവിനാണ് ഒരു പോയിന്റ് കേട്ടോ. കുറ്റ്യാടിപ്പുഴയാണ് ഇതുള്ളത്, ഈ പേരുള്ളത്, മഞ്ഞ നദി എന്നുള്ള പേരുള്ളത് കേട്ടോ. ജീസ് കൈതാരം ആണ് ഞാനും ആദ്യം വായിച്ചത്. പക്ഷെ ഇപ്പം മുകളിലേക്ക് നോക്കുമ്പം എനിക്ക് ബിനു കാണുന്നുണ്ട്, കുറ്റ്യാടിപ്പുഴ എന്ന് കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യണം. പവിത്ര അതൊന്ന് നോക്കുവോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസ് കൈതാരമാണ് ഞാൻ ആദ്യം വായിച്ചത്. പക്ഷെ ബിനുജി വർഗീസ് ഇപ്പോൾ എനിക്ക് കാണുന്നുണ്ട് കുറ്റ്യാടിപ്പുഴ എന്ന് അജിത്ത് പറഞ്ഞതിന് ശേഷം. പമ്പ എന്ന് അജിത്ത് ആദ്യം പറഞ്ഞു, അതിനുശേഷം ഞാൻ കാണുന്നത് കുറ്റ്യാടിപ്പുഴ എന്ന് ബിനു പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ അതിനുശേഷമാണ് ജീസ് കൈതാരത്തിന് ഉത്തരം വരുന്നത്. അപ്പൊ എന്തായാലും പവിത്ര അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറയൂ കേട്ടോ. ഒരു തേങ്ങ ഉടച്ചേക്കാം. അജിത്തുള്ളതിൽ വല്ല പൂർവ്വജന്മമാകും, വല്ലാത്ത ജന്മം തന്നെ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊരു രസകരമായ ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഐതിഹ്യങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഇദ്ദേഹം ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന ദേവനുമായി സാമ്യമുള്ള കഥാപാത്രമാണ്. ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഇദ്ദേഹത്തിന്റെ പേരാണ് പറയേണ്ടത്. ഈ സിസിഫസ് എന്ന് പറയുന്ന ദേവനുമായിട്ട് സാമ്യമുള്ള ഒരു കഥാപാത്രം. ഇത് രസകരമായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ കേരളത്തിലെ ഐതിഹ്യങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഇദ്ദേഹം ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന ദേവനുമായി സാമ്യമുള്ള കഥാപാത്രമാണ്. മാവേലി. ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മള് ഒരു വളരെ ഇതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പുള്ളിയുടെ കേട്ടോ. ജീസ് ആണ് ആദ്യം പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ബിനുവിന് പോയിന്റ് ഇല്ല, ജീസിനാണ്. ജീസ് ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ്. ഞാനും ആദ്യം ജീസിന്റെ ഉത്തരമാണ് വായിച്ചത്. എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അത് വന്നതെന്നറിയില്ല, എന്തെങ്കിലും ഇതായിരിക്കാം. സദാനന്ദ് കുമാർ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു. സിൽവി പരശുരാമൻ പറഞ്ഞു. കെ ജീസ് കൈതാരം പരശുരാമൻ, പാർവതി പ്രസാദ് നാറാണത്ത് ഭ്രാന്തൻ, അനുപമ നാറാണത്ത് ഭ്രാന്തൻ, എല്ലാവരും ഉത്തരം പറഞ്ഞു. അറിയാമായിരുന്നോ ഇതൊക്കെ? അത് കാര്യം അറിയാന്ന് വെച്ചാൽ ഇതിന്റെ കഥ അറിയാമോ എന്നുള്ളത്? ഓക്കെ, ജീസ്. ഓക്കെ പത്ര ഞാൻ കണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നത് പരശുരാമൻ, നാറാണത്ത് ഭ്രാന്തൻ. ഓക്കെ, നാറാണത്ത് ഭ്രാന്തൻ. ഈശോയെ എന്ന് വിളിച്ചാൽ മതിയോ? ഗന്ധർവനോ? ഗന്ധർവൻ ഏത് ക്യാരക്ടറാണ്? എവിടുത്തെ ക്യാരക്ടറാണ്? ഞാൻ ഗന്ധർവനിലെ ക്യാരക്ടറാണോ? സദാനന്ദ് ഫസ്റ്റ്. അതെ, സദാനന്ദാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നാറാണത്ത് ഭ്രാന്തൻ എന്തുകൊണ്ടാണ് സിസിഫസ് ദേവനുമായിട്ട് സാമ്യപ്പെടുത്തുന്നതെന്ന് അറിയാമോ? അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരേ കാര്യം ഉണ്ടായിരുന്നു. ഈ മലയുടെ മുകളിലോട്ട് കല്ലുരുട്ടി കയറ്റിയിട്ട് ഉരുട്ടി താഴെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. നാറാണത്ത് ഭ്രാന്തനും ഇത് ചെയ്യും, സിസിഫസ് ദേവനും ഇത് ചെയ്യും. പക്ഷെ ഇത് നാറാണത്ത് ഭ്രാന്തന്റെ ഒരു സ്വഭാവമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഉറുമ്പുകളെ എണ്ണുന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷെ സിസിഫസ് ദേവന് ദൈവശാപം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതെന്നാണ് പറയുന്നത്. അല്ലാതെ നാറാണത്ത് ഭ്രാന്തൻ ചെയ്തിരുന്നത് പോലെയല്ല. സിസിഫസ് ദേവൻ ഒരു ഗ്രീക്ക് ദേവനാണല്ലോ. അപ്പൊ എന്തോ ശാപം കിട്ടിയതിന്റെ പേരിൽ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണിതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, കൗതുകപരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തനാണ്. അപ്പൊ നാറാണത്ത് ഭ്രാന്തൻ ആദ്യം പറഞ്ഞ സദാനന്ദ് കുമാറാണ്. സദാനന്ദ് കുമാറിന് ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള പോയിന്റ് നില ഒന്ന് പറയാം. വിനീത വിജയൻ 8 പോയിന്റ് ഉണ്ട്. പിന്നെ നിഷിബ 1, അജിത്ത് 2, ബിനോ 1, വൈശാഖ് 3, അനുപമ 1, ബിനു 1, ജീസ് 1, സദാനന്ദ് കുമാർ 1 കേട്ടോ. നാറാണത്ത് ഭ്രാന്തൻ ഗ്രീക്ക് മിത്തോളജി വായിച്ചതാണ്. അറിയില്ല ഇനി ചിലപ്പോൾ അല്ല, നാറാണത്ത് ഭ്രാന്തനെ കണ്ടിട്ടാണോ ഇനി എന്തൊന്നും അറിയാം. നാറാണത്ത് ഭ്രാന്തനൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. സാഹിത്യത്തിൽ അന്നേ കോപ്പിയടി ഉണ്ടായിരുന്നു. ഇത് സാഹിത്യമല്ല, കയ്യിലിരിപ്പ്. പിന്നെ മാവേലി എന്ന് പറയല്ലേ, മാവേലിക്ക് അങ്ങനെ പ്രത്യേകതയുള്ള സ്വഭാവ സവിശേഷതകളൊന്നുമില്ല. പാവം ഒരു ദാനധർമ്മിയായ നല്ലൊരു രാജാവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിൽവി പൂജ. അയ്യോ സിൽവി അങ്ങനെ പറയണ്ട കേട്ടോ, ഞാനും എപ്പോഴും ഇങ്ങനല്ലേ. കല്ലിന്റെ ഫോട്ടോ കണ്ടു അല്ലേ?
നമ്മുടെ വട്ട് അവര് കട്ടു. അതെ, അടുത്ത ചോദ്യം കൂടി ചോദിക്കാം. ഈ ചോദ്യം കൊണ്ട് നമുക്ക് നിർത്താൻ തോന്നും കേട്ടോ. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സമരത്തിന്റെ മാർച്ചിങ് ഗാനമാണ്? ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ വരി ശ്രദ്ധിക്കണം. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന് പറയുന്നതാണ്. വേറെ ഒരെണ്ണം കൂടിയുണ്ട്, എന്താ പറയാ, ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. വരിക വരിക സഹചരെ പതിതരില്ല മനുജരിൽ എന്ന് പറയുന്ന വേറൊരു കവിതയുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. വരിക വരിക സഹചരെ സഹന സമര സമയമായി ഇതാണ് ചോദിച്ചത്. ഇത് ഏത് സമരത്തിന്റെ മാർച്ചിങ് ഗാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരമാണ്. അമ്മേ, സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര സമരം? പുന്നപ്രവയലാർ പുന്നപ്രവയലാർ പുന്നപ്രവയലാർ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ദണ്ഡി സാൾട്ട് സത്യാഗ്രഹ പാർവതി പ്രസാദ്. ഉപ്പ് സത്യാഗ്രഹം പാർവതി പ്രസാദ്. സോൾട്ട് സത്യാഗ്രഹ. മൊബൈൽ നെറ്റ് പോയി വന്നിരിക്കുന്ന അയച്ചോടാ. ഈ ബിനുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാത്തിനും ഉത്തരം വള്ളോലി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിസ്സഹകരണ പ്രസ്ഥാനം, അതിനൊരു മാർച്ചിങ് ഗാനമില്ലായിരുന്നു കേട്ടോ. സദാനന്ദകുമാർ ഉപ്പ് സത്യാഗ്രഹം, അജിത് വള്ളോലി ഉപ്പ് സത്യാഗ്രഹം, വൈശാഖ് ജി ഉപ്പ് സത്യാഗ്രഹം. അതെ, അപ്പോ അതാണ് ഉത്തരം. ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹം ആദ്യം പറഞ്ഞിരിക്കുന്ന പാർവതി പ്രസാദാണ്. സോൾട്ട് സത്യാഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. പുന്നപ്രവയലാറല്ല. ഓക്കെ, അതാണ് ഉപ്പ് സത്യാഗ്രഹമാണ്. ഇത് രചിച്ചിരിക്കുന്നത് അംശി നാരായണ പിള്ളയാണ്. അപ്പൊ അതിന്റെ അവസാനത്തെ വരികളിലാണ് ശരിക്കും അത് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഉപ്പ് നാം കുറുക്കണം ആരുവൻ എതിർക്കിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്പവും കെടുത്തിടാതെ കോപിയാതെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമാണ് ഇത്. അതല്ലാതെ ഞാൻ വേറൊരെണ്ണം പറഞ്ഞിരിക്കുന്നു. വരിക വരിക സഹചരെ പതിതരില്ല മനുജരിൽ എന്ന് പറയുന്നത് അത് പാണാവള്ളി കൃഷ്ണവൈദ്യർ എഴുതിയിരിക്കുന്നതാണ്. അതല്ല, ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. വരിക വരിക സാഹചര്യം എന്നുള്ള ആ പാട്ട് എഴുതിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധമായിട്ടാണ്. ഇത് ഉപ്പ് സത്യാഗ്രഹത്തോട് ചേർത്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പാർവതി ഫസ്റ്റ്. അതെ, പാർവതിക്കാണ് ഒരു പോയിന്റ്. ഓക്കെ, അപ്പോ നമ്മുടെ ലൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇത്രയും ചോദ്യങ്ങളൊക്കെ പോരെ? എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറയാതെ ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എല്ലാം അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ മിക്കപ്പോഴും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. ഉത്തരങ്ങൾ ചിലപ്പോൾ പറയും, പക്ഷേ പറഞ്ഞാലൊന്നും ചിലപ്പോൾ ഫസ്റ്റ് ഒന്നും വരില്ല. ഞാനൊക്കെ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് താമസിക്കുന്നതാണോ നെറ്റിന്റെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്നും കിട്ടിയില്ലെങ്കിൽ പൊന്നിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിരിക്കും. കാരണം ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഓർത്തെടുക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിന്റ് നില ഒന്നുകൂടെ പറയാം. വിനീത 8 പോയിന്റ്, നിഷിബ 1, അജിത് 2, ബിനോ 1, വൈശാഖ് 3, അനുപമ 1, ബിനു 1, ജീസ് കൈതാരം 1, സദാനന്ദ് കുമാർ 1, പാർവതി 1. അപ്പോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഫസ്റ്റ് കിട്ടിയ വിനീതക്ക് സ്പെഷ്യൽ, സെക്കൻഡ് വൈശാഖാണ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. പങ്കെടുത്തവർക്കും ഒക്കെ ഒന്ന് ശ്രമിച്ചല്ലോ, ആ ശ്രമം തന്നെ വലിയ കാര്യമാണ്. ആ ശ്രമത്തിൽ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഓർമ്മ ഒക്കെ വീണ്ടും ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതും നല്ലൊരു കാര്യമാണ്, നല്ലൊരു എക്സസൈസ് ആണ്. ഓക്കെ, സ്നേഹത്തിന്റെ പുറത്ത് 5 പോയിന്റ് എനിക്ക് തരും. എടുത്തു വിനീതോട് വെച്ചിട്ട് കുറച്ച് കടം വാങ്ങിച്ചോ, മറ്റില്ലെങ്കിൽ 500 ദിറംസ് തന്നാലും മതി. നാളെ 2 ഫോണും നെറ്റുമായി വരുന്നതായിരിക്കും. 1887 കലാപത്തിൽ കൂട്ടത്തിൽ ജനിച്ചതല്ല, സെൽവി മൈക്കിൾ ഇക്കൂട്ടത്തിൽ ജനിച്ചതല്ല, അല്ലെന്നാ പറയുന്നത് കേട്ടോ. കലാപത്തിൽ ജനിച്ച ആളാണ്. ഗ്രേറ്റ് ഇന്റലക്ച്വൽ എക്സസൈസ് വേണ്ടല്ലേ. താങ്ക് യു പവിത്ര, താങ്ക് യു. ജീസ് കൈതാരം ഒരു ഫോണും ഒരു ലാപ്ടോപ്പാണ് നല്ലത്. നാളെ എല്ലാവരും കാണാൻ തീർച്ചയായിട്ടും നാളെ വരുന്നതായിരിക്കും. ഇവരൊക്കെ പറഞ്ഞോട്ടെ എന്ന് വെച്ച് നമ്മൾ മാറിക്കൊടുക്കുന്നതല്ല. കാണായിരുന്നു. ഇത് ഈ സ്നേഹമൊന്നും അല്ലാതെ കാണുന്നില്ലല്ലോ ബിന്ദു. വല്ല കുരുട്ട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ബിന്ദു ചാടി കയറും. അപ്പൊ ആരോട് സ്നേഹമില്ല അല്ലേ? അപ്പൊ പോട്ടെന്നൊന്നും വെക്കൂല. വിന്നേഴ്സ് ക്ലാപ്പ് 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 ക്ലാപ്പ്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ വിനീത ആൻഡ് വൈശാഖ്. ഓക്കെ, വൈശാഖ് സെക്കൻഡ് ആണ്. ഓക്കെ,
താങ്ക് യു പ്രസന്റേഷൻ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ. അപ്പൊ ഇനി അടുത്തൊരു ലൈവായിട്ട് ഉടനെ വരുന്നുണ്ട് കേട്ടോ. ബൈ ബൈ. താങ്ക് യു എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു.